ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം അങ്ങോട്ട് മറുചോദിക്കട്ടെ. പ്രതിഷേധിക്കാനും അഭിപ്രായം പറയാനും അവകാശം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവകാശമില്ലേ? എന്താ രാമേന്ദ്ര പ്രശ്നം? നമുക്കറിയാം, ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത രണ്ട് പ്രമുഖ വ്യക്തികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും ഞാൻ അവരോട് വ്യവസായത്തെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. വ്യവസായത്തെപ്പറ്റി ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വ്യവസായികളാണ്, ഞങ്ങൾക്ക് അത് ഒഴിച്ച് വേറൊന്നും അറിയില്ല. എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ, മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും UP-യുടെ മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ. പ്രായമാവുമ്പോഴെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇത്തിരി പക്വത ഉണ്ടാവണം. അപ്പൊ അവരാണ് തീരുമാനം എടുക്കേണ്ടത്, നിയമങ്ങൾ മാറ്റേണ്ടത്. അവരോട് സംസാരിക്കാറുണ്ടോ ഇത്തരം കാര്യങ്ങൾ? ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഒരു കച്ചവടക്കാരനാകുമ്പോൾ എല്ലാവരായിട്ടും ബന്ധം വേണമല്ലോ. കാരണം നമ്മൾക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ രാഷ്ട്രീയം കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കുന്നവരല്ല, നമ്മൾ കച്ചവടം കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കുക. ഒരു കൈവതം നാറ്റുകരുത്. എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? പ്രതിപക്ഷത്തിന് ബഹിഷ്കരിക്കാനും സ്വാതന്ത്ര്യം വേണ്ടേ? ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം അങ്ങോട്ട് മറുചോദിക്കട്ടെ. പ്രതിഷേധിക്കാനും അഭിപ്രായം പറയാനും അവകാശം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവകാശമില്ലേ? അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ലക്നൗ മാളിലേക്ക് ശ്രീ MA യൂസഫലിയുടെ ലുലു മാൾ ലക്നൌവിൽ തുടങ്ങുന്നു. ഉറപ്പായിട്ടും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. ഉണ്ടായി, ഒരാഴ്ചക്കുള്ളുണ്ടായി. അതെങ്ങനെ കൈകാര്യം ചെയ്തു? ഇന്നലെ 1,35,000 ആൾക്കാർ അവിടെ വന്നു. കഴിഞ്ഞ ലാസ്റ്റ് സൺഡേ 1,60,000 ആൾക്കാർ അവിടെ വന്നു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ശ്രദ്ധിക്കാൻ നേരമില്ല. ഇത് കുറച്ച് മീഡിയ അവർക്ക് വിഷയം വേണ്ടേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. മീഡിയ ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. അത് പറയട്ടെ, അത് പറയണ കുറെ നാളായി നിന്നെ സഹിക്കുന്നു. വേണ്ടാന്ന് വെക്കുന്നോറും സോഷ്യൽ മീഡിയ അല്ലേ? സോഷ്യൽ മീഡിയ ആയാലും ശരി, മറ്റേ ഇലക്ട്രോണിക് മീഡിയ ആയാലും ശരി. കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോതണ്ടല്ലേ. ദേ ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. പക്ഷെ നമ്മൾക്ക് ലാഭമാണ്, കാരണം ഫ്രീ ആയിട്ട് അഡ്വർടൈസ് കിട്ടിയല്ലേ ലോകം മുഴുവൻ. അതാണ് ഇപ്പോൾ 1,35,000 1,50,000 ഒക്കെ വരുന്നത്. ആരും പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് മീഡിയ എന്തോ പറഞ്ഞോട്ടെ, ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞോട്ടെ. ഇത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ റീച്ച് കിട്ടണം. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? യൂസഫലിനെ ടാർഗറ്റ് ചെയ്താൽ എൻ്റെ 32,000 മലയാളികളുണ്ട്. അതിലൊരു 15,000 കണ്ടാൽ മതി. എനിക്ക് അവരോട് പറയാൻ പറ്റില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ കാണരുതെന്ന്. Why are you disturbing my peace? I'm very clear about it. This is wrong. അപ്പോൾ റീച്ച് കിട്ടി അവർക്ക് കാശ് കിട്ടണം. അങ്ങനെ എൻ്റെ പേര് വിറ്റിട്ട് കാശ് കിട്ടണമെങ്കിൽ അങ്ങനെയും ജീവിക്കുന്നവരുണ്ട് പലരും. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.